ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പിസ്ത ഷെൽസ് വെച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് പിസ്ത ഷെൽസ് യൂസ് ചെയ്തിട്ട് ഇതുപോലെയുള്ള ഫ്ലവേഴ്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഫ്ലവേഴ്സ് എങ്ങനെ റെഡിയാക്കുക എന്നുള്ളത് നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് പിസ്ത ഷെൽസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കട്ടിയുള്ള ഒരു ചട്ടയുടെ ഒരു പീസ് ഇതുപോലെ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ഒരു 3 ഷെൽസ് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന സർക്കിൾ ഫുള്ളായിട്ട് ഈ പിസ്ത ഷെല്ല് വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു ഫ്ലവർ റെഡിയാക്കി എടുക്കാം. മാക്സിമം ഒരു 3 ലെയർ മതി കേട്ടോ. നമുക്ക് ഒരുപാട് വലിയ ഫ്ലവർ ആവശ്യമില്ല, ചെറിയൊരു ഫ്ലവറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പെറ്റൽസ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലവർ റെഡിയാക്കി എടുക്കാം. ഇതുപോലെ നമുക്കൊരു 11 ഫ്ലവേഴ്സാണ് വേണ്ടത്. ഇനി അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് ഇതുപോലുള്ള ഒരു ഉല്ലൻ്റെ ത്രെഡാണ്. അത്യാവശ്യം കുറച്ച് ലെങ്ത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു പിസ്ത ഷെൽ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ത്രെഡിൻ്റെ ഒരു എൻഡ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതിന് മേലെ ഒരു ഷെല്ലും കൂടെ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. ഒരു ബഡ് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതേ രീതിയിൽ തന്നെ ഒരു സൈഡിൽ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു ഷെല്ലും കൂടെ വെച്ച് കൊടുക്കാം. അതിന് ഓപ്പോസിറ്റ് സൈഡിലും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു ഷെല്ലും കൂടെ വെച്ച് കൊടുക്കാം. ഇതുപോലെ 3 ലെയറാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ബഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ റെഡിയാക്കി എടുത്ത പിസ്ത ഷെല്ലിൻ്റെ ഫ്ലവർ ഇതിൻ്റെ അടുത്തായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇത്രയും ഡിസ്റ്റൻസ് മതി. ഫ്ലവറിൻ്റെ ബാക്കിൽ ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഉലൻ ത്രെഡ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയൊരു സ്ട്രിപ്പ് പേപ്പർ അതിൻ്റെ മേലെ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഫ്ലവർ കഴിഞ്ഞിട്ട് കുറച്ചൊരു ഡിസ്റ്റൻസിൽ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ബഡ് നമുക്ക് ഈ ത്രെഡിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്ത ബഡ് 6 ഷെൽസ് വെച്ചിട്ടാണ്. അതിനുശേഷം നമ്മൾ ഫ്ലവർ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം വരുന്ന ഓരോ ബഡിലും 4 ഷെൽസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഓർഡറിലാണ് നമ്മുടെ ഫ്ലവേഴ്സും ബഡ്സും നമ്മൾ ഈ വാൾ ഹാങ്ങിങ്ങിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതായത് ടോട്ടലി നമുക്ക് 11 ഫ്ലവേഴ്സ് വേണം, 13 ബഡ്സുമാണ് വേണ്ടത്. ബഡ്സ് നമുക്ക് 2 ലെയറോ 3 ലെയറോ 4 ലെയറോ ഒക്കെ നമുക്ക് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. കണ്ടോ, ഈ ഒരു സെൻറ്ററിൽ വരുന്ന ഈ ഒരു പീസിൽ മൊത്തം 3 ഫ്ലവറും 3 ബഡ് ഉണ്ട്. പിന്നെ അതിന് തൊട്ടടുത്തുള്ളതിൽ 2 ഫ്ലവറും 3 ബഡ് ഉണ്ട്. ലാസ്റ്റ് വരുന്ന പീസിൽ 2 ഫ്ലവറും 2 ബഡും ആണ് ഉള്ളത്. ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു സ്റ്റിക്കാണ്. ഇവിടെ ഞാൻ സ്ക്യൂറിൻ്റെ മേലെയാണ് ഉല്ലൻ ചുറ്റി കൊടുത്തേക്കുന്നത്. ഇതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുത്ത പേപ്പർ സ്റ്റിക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് അതിന് മേലെ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം, അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ 5 ത്രെഡും ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കണം. നമ്മൾ കെട്ടിക്കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതെല്ലാം ഇതിനോട് സ്റ്റിക്കിനോട് ചേർന്നിരിക്കുന്ന രീതിയിൽ വേണം കെട്ടിക്കൊടുക്കാനായിട്ട്. ഇനി ഞാനിവിടെ ഒരു പഴയ കീ ചെയിൻ്റെ റിങ് എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്ക് ഈ ത്രെഡ് എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് ഒരുമിച്ച് പിടിക്കാം. പിന്നെ നമുക്ക് ഈ ത്രെഡ് നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ടില്ലേ, ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഒന്ന് ഗ്ലൂ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ത്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ത്രെഡ് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഈ കീ ചെയിൻ്റെ റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ വാൾ ഹാങ്ങിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ പിസ്ത ഷെൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രിയേറ്റീവായിട്ട് നമുക്ക് ഒരു വാൾ ഹാങ്ങിങ് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നും കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. നമ്മുടെ ഈ ചാനലിലുള്ള മറ്റ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിൾസിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.